നമസ്കാരം. രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിക്കപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനും കേന്ദ്രമന്ത്രിയുമായ പ്രഹ്ലാദ് ജോഷിയാണ് പ്രഖ്യാപനം നടത്തിയത്. രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാരോഹണം ഒരുപക്ഷെ ഇടത് പാർട്ടിയെയും കോൺഗ്രസിനെയും ഞെട്ടിച്ചു എന്നത് അവരുടെ അണികളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ഭരിക്കുന്ന ബിജെപി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേരള ഘടകത്തെ വിലക്കെടുത്തത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ ഒരു കോർപ്പറേറ്റ് ഭൂഷ മുതലാളി മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രൊഫഷണൽ മേഖലയും രാഷ്ട്രീയ പാരമ്പര്യവും ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. ആരാണ് രാജീവ് ചന്ദ്രശേഖർ? എന്ത് രാഷ്ട്രീയ പശ്ചാത്തലമാണ് രാജീവ് ചന്ദ്രശേഖരന് ഉള്ളത് എന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇല്ലെങ്കിൽ അവരുടെ സംസ്ഥാന അധികാരികളെ തെരഞ്ഞെടുക്കുന്ന രീതിയെക്കുറിച്ച് നമുക്ക് വെറുതെ ഒന്ന് കണ്ണോടിക്കാം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നത് പാണക്കാട് തറവാടിൽ നിന്നോ AKG ഭവനിൽ നിന്നോ KPCC ആസ്ഥാനത്തു നിന്നോ അനുവാദം വാങ്ങിയിട്ടല്ല. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വമാണ് അത് തീരുമാനിക്കുന്നത്. പതിറ്റാണ്ടുകളായി സമര പരമ്പരകളിലൂടെ നിരവധി വ്യവസായങ്ങൾ കേരളത്തിൽ പൂട്ടിച്ച പാവപ്പെട്ട തൊഴിലാളികളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ട ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരിക്കലും ദഹിക്കില്ല ബി.ജെ.പി. കേരള ഘടകം അധ്യക്ഷനായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖരനെ. മുതലാളിത്ത സർവാധിപത്യത്തിനെതിരെ 35 വർഷക്കാലം നിരന്തരം ഭരിച്ച് ഇവർ സമരം ചെയ്ത് പടുത്തുയർത്തിയ രണ്ട് വികസിത സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ബംഗാളും ത്രിപുരയും. 30 വർഷത്തിലധികം ഭരണത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിവുകേടിന്റെ അപമാന സ്തംഭമായി ഈ രണ്ട് സംസ്ഥാനങ്ങളും നമ്മുടെ കൺമുമ്പിലുണ്ട്. ചെങ്കൊടി കണ്ടാലോ ചെങ്കൊടി പിടിക്കുന്നവനെ കണ്ടാലോ ഇൻക്വിലാബ് സിന്ദാബാദ് വിളിക്കുന്നവനെ കേട്ടാലോ ഹാലിളകി ഇവറ്റകളെ അടിച്ചോടിക്കുവാൻ മുന്നോട്ട് വരുന്നവർ തന്നെയാണ് നാളിതുവരെ കാലഹരണപ്പെട്ട ഒരു പ്രത്യയ ശാസ്ത്രത്തെ പിന്തുണച്ചുപോയി എന്നതിൽ പശ്ചാത്തപിക്കുന്നതും. മറ്റൊന്ന് ഇവിടുത്തെ ഖദർദാരികളാണ്. AICC തീരുമാനിച്ചാലും KPCC തീരുമാനിച്ചാലും തീരുമാനം പൂർണ്ണമാകണമെങ്കിൽ പാണക്കാട് തറവാടിന്റെ ഉമ്മറത്തുപോയി നട്ടെല്ല് വളച്ച് പഞ്ചപുച്ഛമടക്കി അനുവാദത്തിനായി കാത്തു നിൽക്കണം. രാജീവ് ചന്ദ്രശേഖർ ഒരു രാഷ്ട്രീയക്കാരൻ ആയിരുന്നില്ല. രാഷ്ട്രീയം ഉപജീവനമായി കണ്ടു പ്രവർത്തിച്ച് ചവിട്ടിത്താഴ്ത്തിയും ഗ്രൂപ്പ് കളിച്ചും കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് രാഷ്ട്രീയത്തിലൂടെ വളർന്നു കയറിയിട്ടുള്ള ശതകോടീശ്വരന്മാരിൽ ഒരാളല്ല. ആരാണ് രാജീവ് ചന്ദ്രശേഖർ? ഇന്ത്യൻ വ്യോമസേനയിൽ റിട്ടയർ എയർ കമോഡർ ആയിരുന്ന MK ചന്ദ്രശേഖരന്റെയും ആനന്ദവല്ലിയുടെയും മകനായി 1964 മെയ് 31 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജനനം. തൃശൂർ സെന്റ് പോൾസ് കോൺവെന്റ് സ്കൂളിലും ബാംഗ്ലൂരുവിലെ കേന്ദ്രീയ വിദ്യാലയത്തിലുമാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും ചിക്കാഗോയിലെ ഇലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ബിരുദവും നേടി. 1988 മുതൽ 1991 വരെ അമേരിക്കയിലെ ഇന്റൽ കമ്പ്യൂട്ടർ കമ്പനിയിൽ കമ്പ്യൂട്ടറിന്റെ ചിപ്പ് പ്രോസസ്സിംഗ് നിർമ്മിക്കുന്ന IT ഉദ്യോഗസ്ഥനായി ജോലി നോക്കി. 1991 BPL ഗ്രൂപ്പ് ചെയർമാൻ TPG നമ്പ്യാരുടെ മകളെ വിവാഹം ചെയ്ത ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. 1991 BPL കമ്പനിയിൽ ചേർന്ന് 1994 BPLൽ തന്നെ മൊബൈൽ ഫോൺ കമ്പനി രൂപീകരിച്ചു. 2005 അതിന്റെ 64% ഓഹരികൾ SR ഗ്രൂപ്പിന് വിൽപ്പന നടത്തി. രാജീവ് ചന്ദ്രശേഖർ സ്ഥാപിച്ച BPL മൊബൈൽ കമ്പനി ലയന ശേഷം വോഡോഫോൺ SR കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്നു. 2005 രാജീവ് ചന്ദ്രശേഖർ ജൂപ്പിറ്റർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങി. ഇപ്പോൾ അത് $800 മില്യൺ വിപണി മൂല്യമുള്ള ഒരു കമ്പനിയാണ്. 2006 BJPയിൽ ചേർന്നതോടെയാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. 2006 കർണാടകയിൽ നിന്നും BJP സ്വതന്ത്രനായി രാജ്യസഭാംഗമായ അദ്ദേഹം പിന്നീട് 2 തവണ കൂടി രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 മുതൽ 2024 വരെയുള്ള 18 വർഷക്കാലം BJP ടിക്കറ്റിൽ രാജ്യസഭാംഗമായിരുന്ന രാജീവ് 2021 മുതൽ 2024 വരെ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ കേന്ദ്ര സഹമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ 2020 മുതൽ BJPയുടെ ദേശീയ വക്താവാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും സിറ്റിംഗ് MP ആയ ശശി തരൂരിനോട് പരാജയപ്പെട്ടിരുന്നു. നാട്ടിലെ അദ്ദേഹത്തിന്റെ കുടുംബ വീട് തൃശൂർ ജില്ലയിലെ ദേശമംഗലത്താണ്. ഒരാളുടെ രാഷ്ട്രീയ പശ്ചാത്തലമല്ല, മറിച്ച് വ്യക്തിയുടെ കഴിവുകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് പ്രസ്ഥാനത്തെ നയിക്കുവാൻ കഴിവുള്ള വ്യക്തികളെ കണ്ടെത്തുന്നതിൽ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റു പാർട്ടികൾക്ക് മുമ്പിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എന്നതിന് രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല ഉദാഹരണം. BJPക്ക് അധികം വേരോട്ടം ഇല്ലാതിരുന്ന തമിഴ്നാട്ടിൽ അണ്ണാമലൈ എന്ന IPS ഉദ്യോഗസ്ഥനെ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചതും പിന്നീട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടായ മാറ്റവും BJPയുടെ വളർച്ചയും എതിരാളികൾ തെല്ല് ഭയത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്.
മറ്റൊന്ന്, രാഷ്ട്രീയക്കാരൻ അല്ലാത്ത യോഗി ആദിത്യനാഥ് എന്ന സന്യാസിയെ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരികയും ശേഷമുള്ള UP എങ്ങനെയാണ് പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്നും നമ്മൾ കണ്ടതാണ്. ഗ്രൂപ്പിസവും ജാതി ഇസവും ഒക്കെ പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന പ്രവർത്തകർ തന്നെ പറഞ്ഞ് കേട്ടിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു നോക്കിയാൽ കേന്ദ്ര നേതൃത്വം കേരളത്തിൽ സംസ്ഥാന അധ്യക്ഷനായി ഉയർത്തിക്കാട്ടിയ രാജീവ് ചന്ദ്രശേഖർ ശരിയായിരുന്നു എന്ന് തന്നെ കരുതാം. IT മേഖല ഉൾപ്പെടെ കൈവച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും 100% അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിച്ച് വിജയിച്ചു കാണിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന BJP അധ്യക്ഷന് ഈ കർമ്മപഥത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.